കത്തോലിക്ക കോൺഗ്രസ് കള്ളങ്ങളിൽ ദുഃഖിതരാവുകയില്ലെന്നും അർഹിക്കുന്ന അവഗണനയോടെ പി.സി. ജോർജിന്റെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്നും പി.സിയുടെ പ്രസ്താവനയും പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നതെന്നും എന്നാൽ ബി.ജെ.പിയിലെ ചില സഹോദരങ്ങളാണ് സഭയ്ക്ക് അനുകൂലമായ നിലപാടുമായി എത്തിയതെന്നും പി.സി. ജോർജ് ആ സമയത്ത് സ്ഥലത്ത് പോലും ഇല്ലായിരുന്നുവെന്നും പിന്നീട് നടത്തിയ പ്രസ്താവനകൾ പച്ചക്കള്ളമായിരുന്നുവെന്നും കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജോർജ് വർഗീസ് ഞാറക്കുന്നിൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസിനെതിരെ പി.സി. ജോർജ് നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ പ്രതികരിക്കുകയായിരുന്നു ഫാദർ. കഴിഞ്ഞ ദിവസം ചില പരാമർശങ്ങൾ നടത്തി മുൻ എം.എൽ.എ. ആയിരുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവരും അറിയും. അദ്ദേഹം പറഞ്ഞത് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇവിടെ SDPക്കാർ പാലായിൽ ഒരു റാലി നടത്തിയപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് അവരെ തടഞ്ഞു. കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരുത്തിനെ അവിടെ കണ്ടില്ല. ആദ്യമായിട്ട് പറയാനുള്ളത്, ഇത് നട്ട കുരുക്കാത്ത നുണയാണ്, പച്ചക്കള്ളമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ദിവസം അദ്ദേഹത്തിന്റെ പൊടി പോലും പാലായിലുണ്ടായിരുന്നില്ല. എനിക്കിത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. കാരണം അന്നേ ദിവസം അഭിനന്ദ പിതാവ് നമ്മുടെ ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷനും അതുപോലെ അവിടുത്തെ ചില വൈദികരും ജോൺ കച്ചറമറ്റ സാർ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് രാമപുരത്ത് വന്നിരുന്ന ദിവസമാണ്. എന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ രാമപുരത്ത് ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഇവിടെ റാലി നടക്കുന്ന വിവരം ഞാൻ അറിയുന്നത്. ആ സമയം തന്നെ അവിടെ കിട്ടിയ സൗകര്യത്തിന് നമ്മുടെ ഇമ്മാനുവൽ നിതീരി, അന്നും നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപതാ പ്രസിഡന്റാണ്, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വിളിച്ച് നമ്മുടെ നേതാക്കന്മാരോട് പാലാവരെന്ന് വരാനായിട്ട് പറയുകയായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ച് രാമപുരത്തിന് പോയില്ല, മറിച്ച് പിതാവിന്റെ കൂടെ അരമനയിലേക്ക് വരികയാണ് ചെയ്തത്. അരമനയിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ അംഗങ്ങൾ മാത്രമാണ്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ വ്യക്തി ആ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് തടഞ്ഞു എന്ന് പറയുന്നത് പച്ചക്കള്ളം. നമ്മുടെ സെന്റ് തോമസ് പ്രസിന്റെ അപ്പുറത്ത് വെച്ച് നിയമപാലകരാണ് വാസ്തവത്തിൽ ഇവരെ തടഞ്ഞത്. പിന്നെ ഒരു കാര്യം ശരിയാണ്, ബി.ജെ.പിയിലെ സഹോദരങ്ങൾ അവിടെ വന്നിരുന്നു. അവിടെ അനധികൃതമായിട്ട് ഒരു റാലി നടക്കുമ്പോൾ സമുദായ സൗഹൃദം, മത സൗഹൃദം തകരാൻ അനുവദിക്കാത്ത നല്ല നീതിബോധമുള്ള ആളുകളോട് വന്ന് തടയുന്നു. അവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് വിസ്മരണീയമാണ് താനും. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അവരവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ വ്യക്തി ആ പരിസരത്ത് പോലും ഇല്ലായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കത്തോലിക്ക കോൺഗ്രസിന് പരമപുച്ഛത്തോടെ അദ്ദേഹം വീക്ഷിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കേട്ടു. അന്നത്തെ കാര്യം പറഞ്ഞ് തന്നെ ഞാൻ ആദ്യം മറുപടി പറഞ്ഞു തുടങ്ങാം. അന്ന് സംഭവിച്ചത് എന്താണ്? അന്ന് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നല്ലോ. പിറ്റേന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് കുരിശുപള്ളി കവലയ്ക്കല് വലിയൊരു പ്രതിഷേധം നടന്നു. എന്റെ പടങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പൊ ആ പ്രതിഷേധം നടക്കുന്ന അവസരത്തില് അദ്ദേഹം ഒറ്റയ്ക്ക് ഈ വേദിയിൽ നുഴഞ്ഞു കയറാനെന്ന ഉദ്ദേശത്തോടെ തന്നെ വന്നതാണ്. അപ്പൊ നമ്മുടെ നേതാക്കന്മാര് പറഞ്ഞു, ഇവിടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ആൾക്കാർ പ്രസംഗിച്ചാൽ മതി. അപ്പൊ ഇവരോട്, ഈ മാനുവലിനും കൂട്ടരോട് ഞാനാണ് റിക്വസ്റ്റ് ചെയ്തത്, അല്ല ഒരു പൊതുവായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്, അദ്ദേഹത്തിനും കൂടി ഒരു അവസരം കൊടുക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞു ബലമായിട്ടാണ് ഒരു അവസരം കൊടുപ്പിച്ചത്. അദ്ദേഹമാണ് എന്നിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അത് വാസ്തവത്തിൽ ഏത് നുണയും എപ്പോ വേണേലും എങ്ങനെ വേണേലും പറയാനായിട്ട് ഒരു മടിയില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം പൂർണ്ണമായിട്ട് തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരൊറ്റ നുണയിലൂടെ. അതാണ് പറയാനുള്ളത്.